2025 മാർച്ചിൽ നടത്തിയ +1 ഇക്കണോമിക്സ് എക്സാമിൻ്റെ, അതായത് പബ്ലിക് എക്സാമിൻ്റെ ആൻസർ കീയാണ് നോക്കുന്നത്. ആദ്യം 8 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ 33ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് മീനും മോഡും, ഇതിൽ മീഡിയൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പകരം മൂന്നും മാർക്കിന് യഥാക്രമം മീനും മോഡും ചോദിച്ചിട്ടുണ്ട്. ദെൻ ബാക്കി 2 മാർക്ക് മീനിൻ്റെ സവിശേഷതകൾ, അതാണ് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായിട്ടൊരു ക്വസ്റ്റ്യനാണ്. 2 എണ്ണം സവിശേഷതയായിട്ട് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിനാണ്. ദെൻ മീൻ, മീഡിയൻ, മോഡ് വിട്ട് വെറൈറ്റി ആക്കി തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പിടിച്ചിട്ടുള്ളത്. എനിവേ നമുക്ക് ആൻസറിലോട്ട് നോക്കിയാൽ മീൻ കാണാൻ വേണ്ടിയിട്ട് മാർക്കും എഫും, അതായത് ഫ്രീക്വൻസി അഥവാ ആവൃത്തിയും തന്നിട്ടുണ്ട്. 3ാമത്തെ കോളമായിട്ട് മീൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മിഡ് പോയിൻ്റ് ഓഫ് എക്സ് എടുക്കണം. 4ാമത്തെ കോളമായിട്ട് എഫ് ഇൻറ്റു എക്സ് അഥവാ എഫ് എക്സ് കണ്ടുപിടിക്കുക. ദെൻ ഇത് നമ്മുടെ എഫ് എല്ലാം കൂടെ കൂട്ടിയിട്ട് എൻ എന്നും എഫ് എക്സ് കിട്ടിയതെല്ലാം കൂടെ കൂട്ടിയിട്ട് താഴോട്ട് സിഗ്മ എഫ് എക്സ് എന്നും കാണുക. ദെൻ എൻ എഫ് എല്ലാം കൂട്ടി കിട്ടുന്ന 70 എഫ് എക്സ് എല്ലാം കൂട്ടി കിട്ടുന്ന സിഗ്മ എഫ് എക്സ് 2110 കിട്ടുന്നത്. ദെൻ ഇക്വേഷൻ നോക്കിയാൽ സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന മീനിൻ്റെ ഇക്വേഷനിൽ സിഗ്മ എഫ് എക്സിൻ്റെയും എന്നിൻ്റെയും വില കൊടുത്ത് നമുക്ക് കിട്ടുന്നത് 30.14 എന്ന ആൻസറിലേക്കാണ്. അപ്പോൾ മീൻ എന്ന് പറയുന്നത് 30.14. ദെൻ മോഡ് കാണാൻ വേണ്ടിയിട്ട് ക്വസ്റ്റനിൽ തന്ന ആ ടേബിൾ മാത്രം മതി, പുതുതായിട്ട് അതിലേക്ക് വേറെ കോളമൊന്നും ആഡ് ചെയ്യണ്ട. അപ്പോൾ ടേബിൾ മാത്രം യൂസ് ചെയ്ത് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയിലെ ഏറ്റവും വലിയ എഫ് എടുക്കണം. ഏറ്റവും വലിയ എഫ് എന്ന് പറയുമ്പോൾ 5, 12, 15, 25 ഇവിടുത്തെ ഏറ്റവും വലിയ എഫ് എന്ന് പറയുന്നത്. അത് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മോഡൽ ക്ലാസ് ആക്കുക. എന്നിട്ട് അതായത് 25 ഇവിടുത്തെ വലിയ എഫ് ആയതുകൊണ്ടാണ് നമ്മൾ മോഡൽ ക്ലാസ് ആയിട്ട് ആ 30, 40, ഫ്രീക്വൻസി 25 എന്ന് പറയുന്ന മോഡൽ ക്ലാസ്സിനെ എടുത്തത്. അപ്പോൾ നമ്മുടെ മോഡിൻ്റെ ഇക്വേഷനായ L0 + D1 ഡിവൈഡഡ് ബൈ D1 + D2 ഇൻറ്റു സിയിലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള വാല്യൂസിനെ കണ്ടുപിടിക്കും. ഇവിടെ L0 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസ്സിൻ്റെ താഴ്ന്ന പരിധിയായ 30. ദെൻ D1 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസ്സിൻ്റെ അതിന് തൊട്ട് മുൻപുള്ള ക്ലാസ്സിൻ്റെ ആവൃത്തികളുടെ വ്യത്യാസം, അതായത് 25 - 15 = 10 കിട്ടും. ദെൻ ഇനി D2 നോക്കിയാൽ ആ മോഡൽ ക്ലാസ്സിൻ്റെയും അതിന് ശേഷമുള്ള ക്ലാസ്സിൻ്റെ, അതായത് 25 - 8 = 17 കിട്ടും. ദെൻ സി നോക്കിയാൽ മോഡൽ ക്ലാസ്സിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ലാണ് 10, 30, 40 തമ്മിലുള്ള ഡിഫറൻസ് 10. ദെൻ ഇനി ഓരോ വാല്യൂവും ഇക്വേഷനിലോട്ട് ഇടുക. അപ്പോൾ നമുക്ക് 30 + 10 ഡിവൈഡഡ് ബൈ 10 + 17 ഇൻറ്റു 10 സി 10 എന്ന് കിട്ടും. ദെൻ 30 + 10 ഡിവൈഡഡ് ബൈ 27 ഇൻറ്റു 10, അതായത് 10ഉം 17ഉം കൂട്ടി 27 ആക്കി. ദെൻ 30 പ്ലസ് നമ്മുടെ 10/27 ചെയ്യുമ്പോൾ 0.37 എന്ന് കിട്ടും ഇൻറ്റു 10. ദെൻ 30 + 3.7 = 33.7 എന്ന് കിട്ടും മോഡ്.